നമസ്കാരം. മഞ്ഞുതുള്ളികൾക്ക് താഴെ വിത്തുകൾ വസന്തത്തെ സ്വപ്നം കാണുന്നത് പോലെ ദൈവസ്മയനായ കർത്താവിനെ പ്രകീർത്തിച്ചുകൊണ്ട് കുരുന്ന് പ്രതിഭകൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന ടെൻഡർ റൈംസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സംഗീതമാകുന്ന മഹാവിസ്മയത്തിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ആനയിക്കുവാനായി 4 കുരുന്ന് പ്രതിഭകൾ നമുക്കിവിടെ എത്തിയിട്ടുണ്ട്. അവരോരോരുത്തരെയും ഈ വേദിയിലേക്ക് ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. ആദ്യമായി ഈശോയുടെ സ്വന്തം കൂട്ടുകാരിയായി തന്റെ ഗാനങ്ങൾ പങ്കുവെക്കുവാൻ നമ്മുടെ മുമ്പിൽ എത്തുന്നു മറിയം മാത്യൂസ്. മറിയം മോളെ, ഇന്ന് നല്ല സുന്ദരി കുട്ടിയായിട്ടാണല്ലോ വന്നേക്കുന്നത്. ഓക്കെ, ആരെയും ഉടുപ്പ് വാങ്ങിച്ചു തന്നത്? അമ്മ. മോള് സ്കൂളിലൊക്കെ പറഞ്ഞോ എനിക്ക് ഇങ്ങനെ വലിയൊരു അവസരം കിട്ടിയെന്നൊക്കെ? പറഞ്ഞു. കൂട്ടുകാരൊക്കെ എന്ത് പറഞ്ഞു? നീ നല്ലപോലെ പാടണം. നല്ലപോലെ പാടുന്നു പറഞ്ഞല്ലേ? അപ്പൊ മോള് നന്നായിട്ട് റെഡി ആയിട്ടാ വന്നേക്കുന്നത്. കൂട്ടുകാരൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി, നല്ല ദൈവത്തിന് വേണ്ടി പാടാൻ വേണ്ടിയല്ലേ വന്നേക്കുന്നത്. അപ്പം മോളുടെ വീട്ടുകാരുടെ അനുഗ്രഹവും ആന്റിമാരുടെ അങ്കിൾമാരും ഒക്കെ ഈ പ്രോഗ്രാം കാണുന്നുണ്ടായിരിക്കുമല്ലോ. ഉണ്ട്. അപ്പം മോക്ക് വേണ്ടി ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ചേക്കാൻ നന്നായിട്ട് പാടാൻ ശ്രമിക്കുക. സംഗീതമാകുന്ന അനന്തവിഹായസിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും കൂട്ടിക്കൊണ്ടു പോകുവാനായി അടുത്തതായി ഈശോയുടെ സ്വന്തം കൂട്ടുകാരി ജെർമിയ ജിനു നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നു. ജെർമി മോളെ, എന്തൊക്കെയുണ്ട് വിശേഷം? മോളെ എത്രയിലാ പഠിക്കുന്നത്? 1 പഠിക്കുന്ന കുട്ടിക്ക് ഇത്രയും വലിയൊരു അവസരം കിട്ടിയല്ലേ? കൂട്ടുകാരൊക്കെ എന്ത് പറഞ്ഞു? നീ നല്ലപോലെ പാടിയേച്ചു. നല്ലപോലെ പാടാൻ പറഞ്ഞല്ലേ? മോള് നന്നായിട്ട് ഒരുങ്ങിയിട്ടില്ലേ? പിന്നെ മോളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അമ്മ, അപ്പായി, കുഞ്ഞുവാവ, അമ്മാമ്മ. കുഞ്ഞുവാവേ പറഞ്ഞോ? കുഞ്ഞാവ എന്താ പറഞ്ഞേ? കുഞ്ഞാവ പറഞ്ഞു നല്ലപോലെ പോയി ചേച്ചി പാടിയിട്ട് വരാൻ. ചേച്ചി പാടിയിട്ട് വരാൻ പറഞ്ഞല്ലേ? തിരിച്ചു ചെല്ലുമ്പോ കുഞ്ഞാവയോട് എന്താ പറയുന്നത്? നല്ലപോലെ പാടിയെന്ന് പറയോ? ചേച്ചിക്ക് കിട്ടിയ വലിയൊരു അവസരമാണെന്ന് പറയോ? അപ്പൊ ഈ അവസരം കിട്ടിയതിനെ പറ്റി മോള് ദൈവത്തിന് നന്ദി പറഞ്ഞില്ലേ? അപ്പം എല്ലാ വിധത്തിലും മോക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് മോളുടെ പേരൻസ്, ടീച്ചേഴ്സ് എല്ലാവരും അല്ലേ? അപ്പൊ എല്ലാവരെയും നമുക്ക് അവരെല്ലാവരെയും നല്ല രീതിയിൽ പാട്ട് പാടി നമുക്ക് സന്തോഷിപ്പിക്കണ്ടേ? തന്റെ കൊച്ചു മധുര സംഗീതവുമായി നമ്മുടെ മുമ്പിൽ അടുത്തതായി എത്തുന്നു അമൽ സിബി. അമൽ സിബി ഇന്ന് നല്ല സ്റ്റൈലിലാണല്ലോ വരവ്. അമൽ സിബി, ഈ ഇവിടെ ഇത്രയും വലിയൊരു അവസരം കിട്ടുമ്പോ മോന്റെ മനസ്സിൽ എന്താ തോന്നുന്നത്? എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഈ വേദിയിൽ പാടാൻ. മോന് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം മോന്റെ കൂട്ടുകാരൊക്കെ നല്ല സപ്പോർട്ടല്ലായിരുന്നു ഇത്രയും വലിയൊരു വേദി കിട്ടിയപ്പോ ഇവിടെ വന്ന് പാടാനൊക്കെ പറഞ്ഞപ്പോ? മോന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛൻ, അമ്മ, ചേച്ചി. ചേച്ചി മോന്റെ പാട്ടൊക്കെ കേട്ടിട്ട് നല്ല കറക്ഷൻ ഒക്കെ തരാറുണ്ടോ? തരാറുണ്ടല്ലേ? ചേച്ചി ആ ശ്രുതി പോയി, താളം പോയി എന്നൊക്കെ പറയാറുണ്ടോ? അപ്പൊ മോൻ എന്താ പറയുന്നത്? നന്നായി പാടിക്കൊള്ളാന്ന്. നന്നായി പാടിക്കോളാന്ന് പറഞ്ഞല്ലേ? അപ്പം ഈശോയ്ക്ക് വേണ്ടി പാടാൻ കിട്ടിയ വലിയ അവസരമല്ലേ ഇത്? അപ്പൊ മോൻ എല്ലാവിധ ആശംസകളും നേരുന്നു. ഈശോയ്ക്ക് വേണ്ടി പാടുവാനായി എത്തുന്നു ഡെനീഷ ബേബി. ഡെനീഷ മോളെ, അടിപൊളി ഡ്രസ്സാണല്ലോ. താങ്ക് യു. മോള് ഈ അവസരത്തിൽ ഇവിടെ വന്നപ്പോൾ മോക്ക് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം നൽകിയത് ആരാ? അമ്മയും അച്ഛനും, പിന്നെ ഫ്രണ്ട്സ്, സാറുമാർ എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നല്ലേ? അപ്പൊ മോക്ക് അവരോടൊക്കെ എന്താ പറയാനുള്ളത്? എന്നെ പാട്ട് പഠിപ്പിച്ച സാറിനോട് എനിക്ക് ഒത്തിരി നന്ദി പറയാനുണ്ട്. പിന്നെ പേരൻസിനോട്. ഇപ്പൊ ഓരോ മത്സരത്തിന് പോകുമ്പോഴും ഇതൊക്കെ ഈശോയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നതായിട്ട് മോള് ചെയ്യാറുണ്ടോ? ഉണ്ടല്ലേ? അപ്പൊ മോള് നല്ല മിടുക്കി കൊച്ചാണല്ലോ. നമ്മൾ ഓരോ പാട്ട് പാടുമ്പോൾ അതൊക്കെ ഈശോയ്ക്ക് വേണ്ടി സമർപ്പിച്ച് പാടാറുണ്ടല്ലേ? അപ്പൊ മോളുടെ ഏറ്റവും നല്ല വിധത്തില് ഈ പരിപാടി അവതരിപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. 4 കുരുന്ന് പ്രതിഭകൾ ഇന്നിവിടെ നമുക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നു. ഇനി അവര് തന്റെ കഴിവുകൾ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഓരോരുത്തരെയും ഈ വേദിയിലേക്ക് നാം സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി തന്റെ സംഗീതം നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുവാനായിട്ട് എത്തുന്നു മറിയം മാത്യൂസ്.
മറിയുമോളെ ഇന്ന് ഏത് പാട്ടാണ് ഇവിടെ പാടാൻ പോകുന്നത്? വിരൽ തുമ്പുന്നത് തൊട്ടേ. അപ്പൊ മോളി പാട്ട് പാടുമ്പം ഈശോയ്ക്കുള്ള ഒരു നന്ദിയായിട്ട് സമർപ്പിച്ചല്ലേ പാടാൻ പോകുന്നത്? അപ്പൊ മോക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. മനോഹരമായി പാടുക. ഓൾ ദി ബെസ്റ്റ്. വിരൽ തുമ്പുന്നത് തൊട്ടാൽ
കൊച്ചു സംഗീതവുമായി അടുത്തതായി നമുക്ക് മുമ്പിൽ എത്തുന്നു ഈശോയുടെ സ്വന്തം കൂട്ടുകാരി ജെർമി ജിനു. ജെർമി മോളെ, ടെൻഷൻ ഉണ്ടോ? ചെറിയ പേടി പോലെ? ഒന്നുമില്ല. മോളിവിടെ ഏത് പാട്ടാ പാടാൻ പോകുന്നത്? അതുല്യ സ്നേഹമേ. അതുല്യ സ്നേഹം എന്ന മനോഹരമായ പാട്ടാണ് ജെർമി മോൾ ഇവിടെ നമുക്ക് വേണ്ടി പാടുന്നത്. മോള് പാട്ട് പഠിക്കുന്നുണ്ടോ? നന്നായിട്ട് പാടണം കേട്ടോ. അപ്പൊ മോക്ക് ഏറ്റവും നന്നായിട്ട് പാടാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ചേക്കാം. വളരെ മനോഹരമായി പാടുക. ഓൾ ദി ബെസ്റ്റ്. സ്വരവും രാഗവും ഒത്തുചേർന്ന് സംഗീതമാകുമ്പോൾ ആ സംഗീതം ഈശോയ്ക്ക് മുമ്പിൽ സമർപ്പിക്കുവാനായി അടുത്തതായി എത്തുന്നു നമ്മുടെ കൊച്ചു കൂട്ടുകാരൻ അമൽ സിബി. അമൽ സിബി,
മോൻ നല്ല സന്തോഷത്തിലാണല്ലോ. മോൻ ഇന്ന് ഏത് പാട്ടാ പാടാൻ പോകുന്നത്? ദൈവത്തെ മറന്നു കുഞ്ഞേ. ദൈവത്തെ മറന്നു കുഞ്ഞെ. വളരെ മനോഹരമായ ഒരു ഗാനം നമുക്ക് അമൽ സുബിയിലൂടെ ഇന്ന് കേൾക്കാം. മോന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ദൈവത്തെ മറന്നു
സംഗീതം ദൈവദാനമാണ്. ആ സംഗീതം നമുക്ക് മുമ്പിൽ ആലപിക്കുവാനായി അടുത്തതായി എത്തുന്നു ഡെനീഷ ബേബി. ഡെനീഷ, മോളെ കണ്ടാൽ തന്നെ അറിയാലോ നല്ല കോൺഫിഡന്റ് ആണ്. മോൾ ഇന്ന് ഏത് പാട്ടാ പാടാൻ പോകുന്നത്? തിരുനാമകീർത്തനം. എത്ര കേട്ടാലും മതി വരാത്ത വളരെ മനോഹരമായ ഒരു ഗാനമാണ് ഡെനീഷ ഇന്ന് നമുക്ക് വേണ്ടി ഇവിടെ ആലപിക്കാൻ പോകുന്നത്. ഡെനീഷയുടെ മധുരമായ ഗാനം നമുക്ക് ശ്രവിക്കാം. ഡെനീഷയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്നായി പാടുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പാടുവാനല്ലെങ്കിൽ നാവിൻ
കൊച്ചു കൂട്ടുകാരെ പോലെ തന്നെ ഇനിയും അനേകം കൂട്ടുകാർ ഈ വേദിയിൽ പാടുവാനായി അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അവരുടെ ഗാനങ്ങൾ കേൾക്കുവാനായി നമുക്കിനിയും കാതോർക്കാം. ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ദിസ് ഈസ് എമിൽഡ സൈനിങ് ഔട്ട്.